ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ പാടശേഖരത്ത് വലയിട്ടിട്ടുണ്ട്. കാര്യം ഇത് മോട്ടർ നടത്തി പകുതി പറ്റായ സ്ഥലമാണ്, പാടമാണ്. അവിടെയാണ് നമ്മൾ ഈ വലയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുമാത്രം മീനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വലയിൽ എന്ത് മീനുണ്ട് നോക്കാം. വല വലിക്കാൻ നമ്മൾ വന്ന് റെഡിയായി വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. മൊത്തം മഴക്കാറാണ്. വല വലിച്ചു വെക്കാനുള്ള സംവിധാനം എല്ലാം ഇണക്കുകയായിരുന്നു. ഇത് നമ്മൾ ഈ വല ഇത് 50 mm വലയാണ്. 50 കണ്ണി ഇറക്കുകയുള്ളൂ. ഇപ്പോഴും മോട്ടർ ഓടുന്നുണ്ട്. ഫസ്റ്റില് നമുക്ക് കിട്ടുന്ന മീന കാരി, കുറുവ. നമുക്ക് ഈ കാരി ഊരിയെടുക്കാം. കാരിയുടെ കൊമ്പൊടിച്ച്, കാരിക്ക് ജീവനുള്ള കാര്യമാണ്. അതിന് മുമ്പേ ആദ്യം ഈ കുറുവപ്പരലിനെ എടുക്കാം. വല കീറിയാ പോരുന്നത്. ഫസ്റ്റിലെ കിട്ടിയ മീനാണ്. വള്ളം ഒരു വഴിക്ക് പോവുക, നേരിയ കാറ്റുണ്ട്. ഇത് നമുക്ക് വല പൊക്കി പൊക്കി നോക്കി ഈ ഉള്ള മീനെ എടുത്ത് പോവാം. ഒരു തമ്മ, നമ്മളിവിടെ തമ്മ എന്ന് പറയും. വേണ്ട, ഇവിടെ ഒരു സിലോപ്പിയ. ചെറുതാ. ഇവിടെ ഒരു പരലുടക്കിയിട്ടുണ്ട്, കുറുവപ്പരൽ. ഇപ്പം ഞങ്ങൾ വള്ളത്തിലിട്ട് എടുത്തിടാം. കിടന്ന് ചാടി. ഒരു വരാല് ജീവനുണ്ട്. ഒരു അറിഞ്ഞിലാണിത്. നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇവിടെ ഒരു കാരി ഉടച്ചിട്ടുണ്ട്. അത് കുറച്ചാമ തിന്നതാ. ആമേതിൻ്റെ വയറുഭാഗം മുഴുവൻ കടിച്ച് തിന്ന്. ഏതായാലും നമ്മൾ ഇതിനെ ഇവിടെ ഇടുന്നില്ല, ഇനി കൊടുക്കുന്നില്ല. കാര്യം ഇനി ഇവിടെ ഇട്ടാൽ ഇനി നമ്മുടെ ചെറിയ ജീവനുണ്ട്. ഇവിടെ ഒരു കല്ലടാമുട്ടി ഉടക്കിയിട്ടുണ്ട്. ഇല്ല, ചത്തുപോയി. കൊമ്പൊടിച്ച് കളഞ്ഞേക്കാം.
സിലോപ്പിയാണ്, ചെറിയ സിലോപ്പിയാണ്. ഏതായാലും ഇനിയിപ്പോൾ ഇത് ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, ഇതെല്ലാം ചത്തുപോകത്തേ ഉള്ളൂ. അപ്പോൾ ഈ വല നമ്മൾ വലിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത വലയുള്ള സ്ഥലത്തേക്ക് പോകാം. നമ്മൾ അടുത്ത വല ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ പാടത്തിൻ്റെ തെക്ക് വശമാണിത്. ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് പെരുമാനിക്കരി പാടശേഖരം. നേരെ നമുക്ക് നോക്കാം. നമ്മളൊരു സിലോപ്പിയ അവിടെ ഇരിക്കുന്നത്, അങ്ങനെ ചുരുട്ടി കൂട്ടിയിരിക്കുക. വീണ്ടും നമുക്കൊരു സിലോപ്പിയ അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇത് ഒരു മീൻ ഉടക്കിയിട്ടുണ്ട്. എന്നാ മീനാണെന്ന് അറിയാൻ മേല, നോക്കാം നമുക്ക്. വരാല വരാല ജീവനുണ്ട്. പടിക്കടിയിലോട്ടിട്. എങ്ങനെ ആവുമെന്ന് അറിയാൻ മേല. നമ്മള് ഇവിടെ ഒരു മീൻ ഓടുന്നുണ്ട്, നോക്കട്ടെ. വരാതെ ചത്തുപോയി. അപ്പുറത്ത് കിടക്കുന്ന മീനുണ്ട്. ഇത് നല്ല മുഴുത്ത കുറുവായ വലിയ കണ്ണി വരാലെ നമുക്ക് എടുക്കാം. അവിടെ ഒരു തൂളിയാണോ അത്? ജീവനുണ്ട്. നമുക്ക് ഇത്ര നേരം കിട്ടിയതിൽ സൂപ്പർ ഒരു സിലോപ്പിയ കിട്ടിയിട്ടുണ്ട്. കണ്ടു, വലയിൽ ഇങ്ങനെ വന്ന് ചാരി നിൽക്കുകയായിരുന്നു. വേണ്ടേ, വരാല് പോവും. കെട്ടിനകത്തില്ല. വെള്ളം പോയി, കാറ്റായി. കാറ്റല്ല, മഴ പെയ്യാൻ പോവുക. ഇത് നമുക്ക് നോക്കാം. നമുക്ക് ഈ വലയിലൊരു വരാലുടക്കിയിട്ടുണ്ട്. കാറ്റ്, നല്ല കാറ്റടിക്കാൻ തുടങ്ങി. അല്ല, മഴ വരികയാണ്. അതെ, അവിടെയൊക്കെ ഭയങ്കര മഴക്കാർ വെച്ചിരിക്കുക. ഇനിയിപ്പം നമ്മൾ ഇങ്ങനെ എന്തുമാത്രം നോക്കാം എന്നത്ര നോക്കി. കരിമീന വേറെ ഒന്നും ആലോചിക്കുന്നില്ല. 2 കണ്ണി പൊട്ടിക്കുക, ഊരുക. അപ്പം അത് നമ്മൾ എടുത്തു. നല്ല കാറ്റാ, മുന്നോട്ട് വിട്. അല്ല, ഞാൻ അവിടെ മീൻ ഉടക്കിയിട്ടുണ്ട്, പോയി എടുക്കാം. ഇത്തിരി സ്പീഡ് വിടരുതേ.
സിലോപ്പിയ. ഇച്ചിരിയുടെ വിട്. നമ്മൾ വേറെ ഇവിടെ കാറ്റടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത്രയും വലിയ പാടശേഖരമായത് കൊണ്ട് ഒരു രക്ഷയില്ല. പിടിച്ച് നിൽക്കുകയാണ് നമ്മൾ. കാറ്റ് കാരണം ഒരു രക്ഷയില്ല. ഒരു കണക്കിൽ നമ്മൾ വല നോക്കി പന്നേ ഉള്ളൂ. നല്ല കാറ്റടിക്കുന്നത്. പിടിക്കാനൊക്കുന്നില്ല. വീഡിയോ എടുക്കാനോ എങ്ങനെ ഒരാളൊറ്റയ്ക്ക് വേണ്ട. വരാല് ഒരാളൊറ്റയ്ക്ക് വള്ളം പിടിച്ച് നടക്കത്തില്ല. അതായത് വീഡിയോ എടുക്കുകയും വള്ളം പിടിക്കുകയും കൂടെ ചെയ്യാൻ അത് നടക്കുകയില്ല. അത്രയും കാറ്റാണ്. ചെറിയ കാറ്റൊക്കെയാണ് നമുക്ക് എടുക്കാം, അത് ചെയ്യാം. ഇപ്പം നമ്മൾ ഒന്നാമതെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നേരം വെളുത്ത് വല വലിക്കുന്നത്. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് ആണ് വള്ളം വലിച്ച് നമ്മുടെ കരക്കോട്ട് അപ്പുറത്തോട്ട് തോട്ടിലോട്ട് ഇടുന്നത്. അപ്പം ആ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഒരു വരാല് കോതിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിലും ഉണ്ട് വരാല്. എന്തായാലും നമുക്കിന്ന് കിട്ടിയ മീന് ഇത്രയൊക്കെയാണ്. നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ നല്ല സൂപ്പർ കരിമീൻ, സിലോപ്പിയ, വരാല്, വാള, കാരി, കല്ലടാമുട്ടി എല്ലാ മീനും നമുക്ക് ഉണ്ട്. കൂടുതലും കുറേയും കൂടുതലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സിലോപ്പിയാണ്. എന്തായാലും നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടി. നമ്മൾ വല പൊക്കി നോക്കാൻ വലിയ കഷ്ടപ്പാട് വന്നതേ ഉള്ളൂ. എന്നാലും ഇത്ര മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ.